ഹായ് ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇറ്റ്സ് യോങ്സൂന്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഷൂ മേക്കേഴ്സ് ആ ബിൽഡിംഗ് ഒഴിഞ്ഞതോടെ നിയോനും ടീമും പോപ്പ് സ്റ്റോറിനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു. ആ ഓൾഡ് ബിൽഡിംഗ് അതേപോലെ തന്നെ നിർത്തിയിട്ട് അവിടേക്കൊരു നാച്ചുറൽ തീം കൊണ്ടുവന്നു. ആ ബിൽഡിംഗ് പൊളിക്കാത്തതിന് കാരണം ഏറ്റവും അവസാനത്തെ ഹാൻഡ് മെയ്ഡ് ഷൂ മേക്കേഴ്സിന്റെ ബിൽഡിംഗ് ആയിരുന്നു അത്. അതുകൊണ്ടാണ് അവർ ആ ബിൽഡിംഗ് പൊളിക്കാതെ അവിടെ കുറച്ച് നാച്ചുറൽ തീം മാത്രം ആഡ് ചെയ്തത്. അങ്ങനെ പോപ്പ് സ്റ്റോറിന്റെ പണിയെല്ലാം കഴിഞ്ഞു. സിഇഒന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുകയാണ് നെയ്യു. ഒരു എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വോൾസിലെ ടെക്സ്ചർ എല്ലാം അതേപോലെ തന്നെ നിലനിർത്തി ഒരു ഫോറസ്റ്റിലേക്ക് കയറുന്ന അറ്റ്മോസ്ഫിയർ വേണം ഇവിടെ കയറുമ്പോൾ. അതിനാണ് ഇവിടെ ഇത്രയും പ്ലാൻസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നെയ്യുൻ പറഞ്ഞു. അപ്പോഴാണ് 2 വർക്കേഴ്സ് ഇരുന്ന് ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നത് സിഇഒ കാണുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് സിഇഒ തിരക്കി. അവര് ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം, എന്റെ കൂടെ വരാനും പറഞ്ഞ് നെയ്യുൻ സിഇഒനെ അവരുടെ മെയിൻ പ്രൊഡക്റ്റ് ആയ ഹൈഡ്രേറ്റിംഗ് ക്രീമൊക്കെ ഡിസ്പ്ലേക്ക് വെക്കുന്ന സ്ഥലത്തേക്ക് പോയി. നെയ്യുന്റെ വർക്കേഴ്സിനോട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു. മുകളിലെ വെള്ളത്തിൽ നിന്ന് റിഫ്ലക്ഷനായി ഒരു അണ്ടർ വാട്ടർ തീം പോലെ അവിടെ എല്ലാമായി. ഇതൊരു ഹൈഡ്രേറ്റിംഗ് ക്രീം അല്ലേ, അപ്പോൾ ഇതിന് പറ്റിയ ഏറ്റവും വലിയൊരു തീമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നെയ്യുൻ പറഞ്ഞു. ഇതേപോലെയാണ് നിങ്ങളുടെ വർക്കെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഹെഡ് ഓഫീസിലേക്ക് പ്രൊമോഷൻ ലഭിക്കുമെന്ന് സിഇഒ പറഞ്ഞു. നെയ്യുൻ ആകപ്പാടെ ഹാപ്പിയായി. അവിടെ വന്ന ഇൻഫ്ലുവൻസേഴ്സും റിപ്പോർട്ടേഴ്സും എല്ലാം അത് ഫോട്ടോ എടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് പോപ്പ് സ്റ്റോർ വിജയിച്ചത് കൊണ്ടുള്ള പാർട്ടിയാണ്. യോമയും ഫ്രണ്ട്സും എല്ലാം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം പാർട്ടി എൻജോയ് ചെയ്യുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നെയ്യുൻ എത്തിയത്. എല്ലാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കോസ്റ്റ്യൂമായിരുന്നു നെയ്യുൻ ധരിച്ചിരുന്നത്. ആദ്യമായിട്ടായിരുന്നു നെയ്യുൻ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത്. അത് കണ്ട് എല്ലാവരും അതിശയപ്പെട്ടു. ആ കോസ്റ്റ്യൂമിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പാർട്ടി നടക്കുന്നിടത്തു നിന്നും അവൾ മറ്റൊരു റൂമിലേക്ക് കയറിപ്പോയി. ആ സമയം മിസ്റ്റർ നാം യൂമേനെടുത്ത് വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നിനക്കിഷ്ടം ജംഗുവിനെയാണ്, പക്ഷെ ജംഗുവിന് ഇഷ്ടം നെയ്യുനെയും. നിങ്ങൾ 3 പേരും ലവ് ട്രയാങ്കിൾ ആണെന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ നാം അവളെ കളിയാക്കി. മര്യാദയ്ക്ക് സംസാരിച്ചോണോ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നു പോയി. പിന്നീട് മിസ്റ്റർ നാം നേരെ ചെല്ലുന്നത് ജംഗുവിന്റെ അടുത്തേക്കാണ്. നീ ഇങ്ങ് വന്നേ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ജംഗുവിനെ അയാൾ മാറ്റി നിർത്തി സംസാരിക്കുന്നു. റൂമേഴ്സ് പറയുന്നത് പോലെ നീയും യൂമിയും ഒരുമിച്ച് കിടന്നിട്ടുണ്ടോ എന്നൊക്കെ മിസ്റ്റർ നാം തിരക്കി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് ജംഗു ചോദിച്ചു. നീ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ലെന്ന് എനിക്കറിയാം, കാര്യം നിനക്ക് ഫീലിങ്സ് ഉള്ളത് നെയ്യുന്റെ അടുത്തല്ലേ എന്നൊക്കെ മിസ്റ്റർ നാമ പറഞ്ഞു. മതി നിർത്തിക്കോളാൻ ജംഗു ദേഷ്യത്തോട് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിനക്കറിയാവോ, നെയ്യനും ആ ഇന്ത്യൻ പയ്യനും തമ്മിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഇന്ത്യൻ പയ്യൻ എന്ന് ഉദ്ദേശിച്ചത് ഉൻഹോനെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഉൻഹോനെയാണ്. നെയ്യൻ പോയ അതേ റൂമിലേക്ക് അവനും കയറി. ഉൻഹോയും നെയ്യനും ഒരുമിച്ചാണോ എന്ന സംശയത്തിൽ ജംഗു അങ്ങോട്ടേക്ക് പോവാൻ ഒരുങ്ങി. അപ്പോഴാണ് നെയ്യൻ മേലത്തെ ഫ്ലോറിൽ നിൽക്കുന്നത് ജംഗു കണ്ടത്. അപ്പോഴേക്കും ബാക്കിയുള്ള കൊളീഗ്സ് ഡ്രിങ്ക്സ് അടിക്കാൻ ജംഗുവിനെ വിളിച്ചുകൊണ്ടുപോയി. മുകളിൽ നിൽക്കുന്ന നെയ്യുന്റെ അടുത്തേക്ക് ഉൻഹോ എത്തി. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് നെയ്യുൻ പറഞ്ഞു. ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ എനിക്ക് മറ്റൊരു ചോയ്സ് ഇല്ല എന്നും പറഞ്ഞ് തനിക്കുണ്ടായ മുറിവ് ഉൻഹോ നെയ്യുനെ കാണിച്ചു. എനിക്ക് നിന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതെന്ന് നെയ്യുൻ പറഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആരാധകനായിരുന്ന ഒരാൾ ഒരു ആന്റി ഫാനായി മാറുന്നതിനേക്കാൾ ഭയാനകമായ മറ്റൊന്നുമില്ല. ഞാൻ ഇതൊന്നും മറക്കില്ല. നീ നിന്റെ സോൾ വരെ പണയം വെക്കുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ സോളും ബെറ്റ് വെക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ കമ്പനിയിൽ എനിക്കൊരു പെർമനന്റ് പൊസിഷൻ തരണം, എന്നാലേ എനിക്ക് നിങ്ങളോട് നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഉൻഹോ പറഞ്ഞു. പറ്റില്ല, നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് നെയ്യുൻ പറഞ്ഞു. ഇവർ മുകളിൽ നിന്ന് സംസാരിക്കുന്നതെല്ലാം താഴെ നിന്ന് യോമയും സിഇഒയും കാണുന്നുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ് ഉൻഹോ തന്റെ ഫോൺ എടുത്ത് കാണിച്ചു. ഫോട്ടോസും വീഡിയോസും എല്ലാം റീസ്റ്റോർ ചെയ്യുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ശരി, നിനക്ക് എന്താണ് എന്നിൽ നിന്ന് വേണ്ടതെന്ന് നെയ്യുൻ തിരക്കി. നിന്നെ എന്നും പറഞ്ഞ് അവൻ ആ ഫോണ് വെള്ളത്തിലേക്ക് ഇട്ടു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് നെയ്യുന്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എക്സിയോ ബ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസും നോക്കിക്കഴിഞ്ഞാൽ എക്സിയോ ബ്യൂട്ടി കാണിക്കുന്നതെല്ലാം മനസ്സിലാവും. ഇതെല്ലാം ഞാൻ സെൻഡ് ചെയ്യുന്നത് നെയ്യുന്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ്. അവളുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആയിരുന്നു ഇതെല്ലാം. എക്സിയോ ബ്യൂട്ടി ആനിമൽസിലാണ് എല്ലാ ടെസ്റ്റുകളും നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു അജ്ഞാതൻ അതെല്ലാം പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത ദിവസമാണ് ന്യൂസ് ആയ കാര്യമൊക്കെ നെയ്യുൻ അറിയുന്നത്.
പറയുന്നത്. പോലീസ് ഇതിൽ കേസെടുത്തു കഴിഞ്ഞു. അവർ ലാർജ് സ്കെയിലായിട്ടാണ് ആനിമൽ ടെസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്നാൽ ചിലർ സംശയിക്കുന്നത് അവർ മൃഗങ്ങളിൽ നിന്നും എന്തൊക്കെയോ എടുത്ത് അവർ ബ്യൂട്ടി പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എന്നൊക്കെ ന്യൂസ് വരുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് എന്നൊക്കെ സിഇഒ പറയുന്നു. എന്നാൽ റിപ്പോർട്ടേഴ്സ് കുത്തി ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. അങ്ങനെ സിഇഒ സഹിയിട്ട് നെയ്യുന്റെ പേര് പറഞ്ഞു. നെയ്യുൻ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്തത് എന്ന സ്റ്റേറ്റ്മെന്റ് അയാൾ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു. ഇതെല്ലാം നെയ്യുന്റെ ഐഡിയ ആണെന്നും പറഞ്ഞ് റിപ്പോർട്ടേഴ്സ് അതെല്ലാം ന്യൂസ് കൊടുത്തു. അങ്ങനെ നെയ്യുൻ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. നിങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നില്ലേ? എന്നെ ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തിയേക്കുന്നത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനല്ലേ എന്നൊക്കെ നെയ്യുൻ ചോദിച്ചു. നീ ഇത് പേഴ്സണൽ ആയിട്ടൊന്നും എടുക്കണ്ട. കൺസ്യൂമർ ഗ്രൂപ്പ് കേസ് കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് ചെയ്ത തെറ്റുകൊണ്ട് മറ്റ് ഗ്രൂപ്പുകാരുടെ ഇമേജ് നശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് മിസ്റ്റർ നാമിന്റെ ടീം മാനേജർ നെയ്യുനും സിഇഒയും കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്ന് സംസാരിച്ചതിന്റെ ഫോട്ടോസൊക്കെ അയാൾ എല്ലാവരെയും കാണിച്ചു. നിങ്ങൾ എക്സ്യൂ ബ്യൂട്ടിന്റെ സിഇഒയുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്താറുണ്ടോ എന്നൊക്കെ അയാൾ നെയ്യുനോട് ചോദിച്ചു. അങ്ങനെ നെയ്യുനെ അവിടുന്ന് പിരിച്ചുവിട്ടു. നെയ്യുൻ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. എന്നാലും ആരായിരിക്കും അതൊക്കെ ലീക്ക് ചെയ്തത്? ഒന്നുവിന്റെ ഫോണിൽ നിന്ന് ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തതല്ലേ എന്നൊക്കെ നെയ്യുൻ ഓർത്തു. അപ്പോഴാണ് കഴിഞ്ഞ രാത്രിയിൽ അവർ സംസാരിച്ചതിനെ കുറിച്ച് നെയ്യുൻ ഓർത്തത്. ഒരുപക്ഷെ ഒന്നുവിന്റെ ഫോണ് ആർക്കെങ്കിലും കിട്ടിക്കാണും. അവരായിരിക്കും അത് ലീക്ക് ചെയ്തതെന്ന് നെയ്യുന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ നെയ്യുൻ ഓഫീസിൽ നിന്നിറങ്ങി ഒരു ടാക്സി വിളിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടി നടന്ന അതേ ബിൽഡിംഗിലേക്ക് പോയി. അതൊക്കെ നോക്കിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. കഥയുടെ ആരംഭത്തിൽ കണ്ടതുപോലത്തെ റാബിറ്റിന്റെ മാസ്ക് ഇട്ട ഒരു വ്യക്തിയായിരുന്നു നെയ്യുനെ നോക്കി നിന്നത്. അങ്ങനെ നെയ്യുൻ ആ ബിൽഡിംഗിലേക്ക് എത്തി. ഒന്നു ഫോൺ എറിഞ്ഞത് ഒരു വെള്ളത്തിലേക്കല്ലായിരുന്നോ? അവിടേക്ക് തന്നെ പോയി ആ ഫോൺ എടുക്കാൻ നെയ്യുൻ ശ്രമിച്ചു. അങ്ങനെ അവസാനം അവൾ ആ ഫോൺ എടുത്ത് ഇറങ്ങുന്ന സമയത്താണ് അവളുടെ ഓപ്പോസിറ്റായി ആ റാബിറ്റിന്റെ മാസ്ക് ധരിച്ചവൻ നിൽക്കുന്നത് അവൾ കണ്ടത്. നെയ്യുൻ പെട്ടെന്ന് തന്നെ ഓടി മുകളിലേക്ക് കയറി. എന്നാൽ അയാൾ അവളുടെ കാല് പിടിച്ചു വലിച്ചു. ആ സമയത്ത് നെയ്യുന്റെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീണു. എന്നാലും അവൾ മുകളിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ നെയ്യുൻ ഏറ്റവും മുകളിലേക്ക് എത്തി. ഇനി എങ്ങോട്ടും പോവാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോഴേക്കും ആ റാബിറ്റിന്റെ മുഖംമൂടി ധരിച്ച അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് ശ്വാസം മുട്ടിച്ചു. നെയ്യുൻ അയാളുടെ കയ്യിൽ ഒരു പാടുണ്ടാക്കി. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ അവളെ അവിടെ നിന്ന് പിടിച്ചു തള്ളി. അങ്ങനെ നെയ്യുൻ അത്രയും മുകളിൽ നിന്ന് അണ്ടർ വാട്ടർ തീമിന് വേണ്ടി കെട്ടിയിട്ടിരുന്ന പൂളിലേക്ക് വീണു. അപ്പോഴും ആ റാബിറ്റിന്റെ മുഖംമൂടി ഇട്ട അയാൾ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പൂളിൽ കിടന്ന നെയ്യുനെ കുറെ കറുത്ത കൈകൾ വന്ന് അവളെ വെള്ളത്തിലേക്ക് മുക്കിക്കൊല്ലുന്നതായി നെയ്യുന് തോന്നി. അവൾ മുകളിലേക്ക് കയറാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവൾക്ക് അത് സാധിച്ചില്ല. കൂടുതൽ ആഴത്തിലേക്ക് അവൾ പോയി. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു. നെയ്യുൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിരുന്നു. അവൾ അടുത്തിരുന്ന കണ്ണാടിയിലേക്ക് നോക്കി. എന്നാൽ കണ്ണാടിയിൽ അവളുടെ റിഫ്ലക്ഷന് പകരം അവൾ കണ്ടത് ഉൻഹോനെയാണ്. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. പാർട്ടി നടക്കുന്ന സമയത്ത് നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് നെയ്യുൻ ചോദിച്ചില്ലായിരുന്നോ? ആ സമയം ഉൻഹോ തന്റെ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് ഇട്ടിട്ട് നിന്നെയാണ് വേണ്ടത്, നിന്റെ സോൾ മാത്രമാണ് വേണ്ടതെന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ആ പാർട്ടിയിൽ വെച്ച് കിസ് ചെയ്തു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇപ്പോൾ ഉൻഹോന്റെ ബോഡിയിലാണ് നെയ്യുനുള്ളത്. ഉൻഹോ ആവശ്യപ്പെട്ടതുപോലെ ഉൻഹോന്റെ ബോഡിയിൽ ഇപ്പോൾ ഉള്ളത് നെയ്യുനാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരെയും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.